അപ്പം ഞങ്ങൾ ഗ്രാൻഡ് ഹൈപ്പറിലേക്ക് പോയപ്പോഴത്തേക്ക് നമ്മൾ ഇത് വാങ്ങിയിട്ട് ന്യൂഡിൽസ് മേടിച്ചു. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആവശ്യം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാം. വെജ് നൂഡിൽസ് ഉണ്ടാക്കാം, ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാം, മിക്സഡ് നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പം അങ്ങനെ വാങ്ങി അതിന് പറ്റിയ സോസുകളും ചെയ്തിട്ടും വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ലച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും മാഗി ഇപ്പി ഒന്നും കൊടുക്കാതെ ഇതൊക്കെ വെറൈറ്റി ആയിട്ട് കഴിക്കട്ടെ അല്ലേ. അപ്പം അതേ ഞാൻ ഒരു പ്രാവശ്യം ലച്ചുവിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായി. അപ്പം ന്യൂഡിൽസ് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല തണുത്തിരിക്കണമായിരുന്നു. കുറച്ചു നേരം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പം അതേ അതിൻ്റെ വെജിറ്റബിൾസ് ആകെ നമ്മുടെ കയ്യിലുള്ളത് ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട് കേട്ടോ. അല്ലാതെ ക്യാപ്സിക്കം, ബീൻസ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഉള്ളത് വെച്ചുണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പം ദേ സ്പ്രിംഗ് ഓണിയൻ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരികയാണ് കേട്ടോ. ഞങ്ങൾക്കൊരു ഒരു ഗ്രീൻ കളറുള്ള ഒരു വെജിറ്റബിൾ ഉള്ളതാണ്. നല്ലൊരു ഭംഗി വരും. അപ്പം മാങ്ങയൊക്കെ ഉണ്ടായി, നല്ല മാങ്ങയായിരുന്നേ. അപ്പം ദേ നമുക്ക് ടൊമാറ്റോ സോസ് വേണം. അടുത്ത സോസ് വരും, റെഡ് ചില്ലി സോസ് വേണം. നെക്സ്റ്റ് 8 to 8 സോസ്, പിന്നെ സോയാ സോസ്. 8 to 8 സോസ് എനിക്ക് അറിയില്ല കേട്ടോ എന്താണെന്ന്. അതൊക്കെ ചെയ്തിട്ടും വാങ്ങി തരുന്നതാണ്. പിന്നെ നമുക്ക് ഈ സോസുകളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് സോയാ സോസ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതാണ് കേട്ടോ 8 to 8 സോസ്. അത് ഇത് ഇങ്ങനെ എന്താ പറയുക, ഒരു ജെല്ലി പോലെ ഇരിക്കുന്നുണ്ടായി കേട്ടോ, ഫിഷ് സോസ് ഒക്കെ പോലെ. പിന്നെ നമുക്ക് അടുത്ത ചില്ലി സോസ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചില്ലി കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ അടുത്തത് വന്നിട്ട് എന്തായിരുന്നു, ടൊമാറ്റോ കെച്ചപ്പ്. അത് നമുക്ക് ഇഷ്ടത്തിനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം സേതുവണ്ണാണ് കേട്ടോ സോസൊക്കെ എടുത്തു തരുന്നത്. കാരണം എന്താ, ഇത് ഈ പ്രിപ്പയർ ചെയ്യുന്ന സേതുവണ്ണ ഡിന്നറാണ്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ സേതു എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം സേതുവൻ പറഞ്ഞ എടുത്താ ഞാൻ മിക്സ് ചെയ്യാന്ന് പറഞ്ഞ് സേതുവൻ വാങ്ങിയെടുത്തു അത്. അപ്പം അത് ഇങ്ങനെ ആയിട്ടിരിക്കണം. അപ്പം നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, പാൻ ചൂടായി. നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്, നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഗാർലിക് അതിലിട്ട് നന്നായിട്ട് ഇളക്കി എന്താ പറയുക, എൻ്റെ കളറൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അപ്പം നമ്മൾ വേറൊരു ഹോട്ടലിലൊക്കെ ചെന്നൊരു തോന്നൽ വരും. അപ്പം ഇതിലേക്ക് ചെയ്തൊരു ഇഞ്ചിയും കൂടി ഇട്ടിട്ടെന്ന് എനിക്ക് തോന്നണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ക്യാബേജ് ഇട്ടു, ക്യാരറ്റ് ഇട്ടു. ഇത് ഇത്തിരി പോർഷനല്ലേ ഉള്ളൂ ന്യൂഡിൽസ്, അതുകൊണ്ടാണ് കേട്ടോ കുറച്ചിട്ടത്. അത് കഴിഞ്ഞിട്ട് അധികം ഒന്നും വേവിക്കരുത് കേട്ടോ. പിന്നെ ഗാർലിക് ഇട്ടതിന് ശേഷം ഞാൻ ഒണിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായി കേട്ടോ, പറയാൻ മറന്നുപോയി. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഞാൻ നൂഡിൽസ് വേവിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വെച്ചു. എന്നിട്ട് നൂഡിൽസ് അതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു തണുത്ത വെള്ളത്തിലേക്ക് അതെടുത്ത് മാറ്റി എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ട്രെയിൻ ചെയ്തെടുത്തു. അപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, നല്ല നൂഡിൽസ് ആയിട്ട് കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അത് ഒരു 3-2 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്താ, അപ്പം ഞാൻ സെല്ലറി ആഡ് ചെയ്തിട്ടുണ്ടായില്ല, അപ്പം അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതേ സേതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. ലച്ചു പഠിക്കുകയാണ് ഇരുന്നത്, അല്ലെങ്കിൽ ലച്ചു ആയിരിക്കും ഇടയ്ക്ക് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തരിക. അപ്പം അതേ നമ്മൾ സോട്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം വേവിച്ച് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ 5 മിനിറ്റുള്ളിൽ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നൂഡിൽസ് ഇടുന്നത് മാത്രം ചെയ്തിട്ട് വീഡിയോ എടുത്തില്ല, എന്നാലും പോട്ടെ സാരല്ല. അപ്പം നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ബാക്കിയും കൂടെ ഇതിലേക്ക് ഇടുകയാണ്, വടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ചെയ്തിട്ട് അവനെ മതിയാക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം എനിക്ക് പറ്റണതല്ല, ഞാൻ അപ്പോഴത്തേക്ക് തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കുമല്ലോ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെക്കുക. നമ്മൾ സോസും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സത്യം പറയാലോ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയില്ല, ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പിന്നെ അവരതിൽ അജിനോമോട്ടോ ഇടും, നമ്മളിതിൽ ഇടണില്ല. അതും കൂടി ഇട്ടാൽ പെർഫെക്റ്റ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിയതാന്ന് തന്നെ പറയുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇത് ഈ സമയം നമുക്ക് മുട്ടയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മുട്ട വേണ്ടാന്ന് പറഞ്ഞ് ചെയ്ത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ തന്നെ ചെയ്ത് ലച്ചുവിന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഒരു പണിയെന്ന് വെച്ചാൽ നന്നായിട്ട് സോട്ട് ചെയ്ത് ചെയ്തിട്ട് പറയുന്നത് എന്ത് ഇളക്കി കൊടുക്കണം, എനിക്ക് ഇങ്ങനെയായിട്ട് അറിയുള്ളൂ ഇളക്കി കൊടുക്കാനായിട്ട്. എന്നാലും ഞാൻ എല്ലാം നല്ല കുഴയില്ല, അത് ഉറപ്പാണ്. ഇങ്ങനെ നൂഡിൽസ് വേവിച്ചിട്ടുണ്ടെങ്കിൽ കുഴയേയില്ല കേട്ടോ. പക്ഷെ ക്യാപ്സിക്കം കൂടി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി ഒരു ദിവസം ക്യാപ്സിക്കം മേടിക്കണം, അടിപൊളിയായിട്ട് ഒന്നും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഈ സമയം നമ്മൾ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് നമുക്ക് വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ട് ഇത് 10 മിനിറ്റ് ഒന്നും എടുത്തില്ല കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, സേതുവൻ പറഞ്ഞ് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അത് ലൈറ്റായിട്ട് കേട്ടോ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സേതുവിൻ്റെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. സത്യം പറയാല് സേതുവൻ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലച്ചുവിനും നേരത്തെ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്ക് ലച്ചുവിനും ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാട്ടോ, നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഇനിയും കുറേ ഇരിക്കണുണ്ട് ഉണ്ടാക്കാൻ. അപ്പം നമ്മളിത് വേവിക്കുമ്പോൾ ഒന്നിച്ച് പറഞ്ഞാൽ കുറേ ക്വാണ്ടിറ്റിയിലല്ല, ഇത്തിരി അധികം വേവിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പിറ്റേ ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈല്
ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു കുട്ടി വന്നിട്ട് അതിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നെയ്ബറാണ്. അപ്പം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതേ റെയിൻബോ കേക്ക്, ചോക്ലേറ്റ് കേക്ക്, അതൊക്കെ ഞാനും ലച്ചും കൂടെ അപ്പം അതൊക്കെ കഴിക്കാനിരുന്നു. പിന്നെ ഒരു പായസം കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിട്ട്, ഗോതമ്പ് പായസം. അപ്പം അതും കൂടെ കഴിച്ചു. പെട്ടെന്ന് പായസം കൂടി കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി.